ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ. അപ്പോൾ എന്താണ്, കുറച്ച് ദിവസമായി ഞാൻ ആക്നെ കെയർ അല്ലെങ്കിൽ സ്കിൻ കെയറിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് എൻ്റെ സ്കിന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങളെല്ലാവരും കാണാത്ത ആൾക്കാർ കാണിച്ചെങ്കിൽ ഞാനിവിടെ കൊടുക്കാം. ഓക്കെ, അത്രയും വേസ്റ്റ് സിറ്റുവേഷനിൽ ഇരുന്ന സ്കിന്ന് ഇതിപ്പോൾ നോക്കിക്കേ, അഹങ്കാരം. ഇതിപ്പോൾ ഞാൻ ആ കൂടി സൺസ്ക്രീൻ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ഈ കാണുന്ന ഗ്ലോ ഉണ്ടല്ലോ, അതൊരു ഓയിൽ സ്കിൻ ആയതിൻ്റെ ഗ്ലോ ആണ്. പിന്നെ ലിപ് ബാമും പൊട്ടും മാത്രമേ ഞാൻ കുത്തിയിട്ടുള്ളൂ. എനിക്ക് വേറെ മേക്കപ്പോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പണ്ടൊന്നും എനിക്കിതുപോലെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ വന്നിരിക്കാൻ അത്രയുള്ള കോൺഫിഡൻസ് അല്ല, ഭയങ്കര പിമ്പിളൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു മാതിരി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട്, പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലായിടത്തേക്കും മേക്കപ്പ് ഒന്നും അധികം ഇല്ലാതെ, മേക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, ഇല്ലാതെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നിങ്ങളെപ്പോലെ ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ഒരാൾ തന്നെയായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, നമ്മൾക്ക് പിമ്പിൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ഹോം റെമഡീസും അതും ഇതും അവിടെ നിന്ന് കാണുന്നു ഇവിടെ നിന്ന് കാണുന്നതും ആഡ്സും എല്ലാം നോക്കി നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരുന്നു. അതേപോലത്തെ ഒരാൾ തന്നെയാണ് ഞാനും. അപ്പം അങ്ങനെ ഒരുപാട് യൂസ് ചെയ്തിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ. ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആരുടെ വന്നിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ഞാനൊരു സ്കിൻ കെയറിനെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യുകയാണ്. ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഈ സാലിസിലിക് ആസിഡ് സെറം എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ചേച്ചി ഈ ഹൈലറോണിക് ആസിഡ് നല്ലതാണോ, അത് നല്ലതാണോ, ഇത് നല്ലതാണോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ലൈക്ക് അടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി കമൻറ്റ് ചെയ്തായിരുന്നു, എൻ്റെ കമൻറ്റൊക്കെ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് മാത്രം റിപ്ലൈ തരുന്നില്ല എന്ന് പറയുന്നത്. ആക്ച്വലി എനിക്ക് അറിയാവുന്നതല്ല എനിക്ക് റിപ്ലൈ തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും എനിക്കറിയാവുന്ന കാര്യത്തിനെ കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അറിയാത്ത കാര്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതേപോലെ ചിലർ ചോദിക്കും അണ്ടർ ഐ ഡാർക്ക്നെസ്, അണ്ടർ ആം പിഗ്മെൻറ്റേഷൻ പോകാൻ എന്താ ചെയ്യാന്നൊക്കെ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ അറിയാവുന്നത് മാത്രമല്ല, എനിക്ക് യൂസ് ചെയ്തിട്ട് എഫക്റ്റീവായ കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളടുത്ത് പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ആക്ച്വലി ഇന്ന് പറയുന്നത്. കാരണം കുറേ നാളായി ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കേൾക്കുന്നു. കുറേ നാളായി എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ശ്രദ്ധിക്കാൻ കാരണം കജോളൊക്കെ ഉണ്ടല്ലോ, ഹിന്ദി മൂവിയിലെ കജോളിൻ്റെ വീഡിയോ കാണുമ്പോൾ കജോളൊക്കെ പണ്ട് കുറച്ച് ഡസ്കി സ്കിൻ ടോൺ ആയിരുന്നില്ല, ഇപ്പോൾ ഭയങ്കര അതായി എന്നൊക്കെ പറയുമ്പോൾ അന്ന് എല്ലാവരും പറയുന്ന ഒരു സംഭവം പറഞ്ഞാൽ ഇതായിരുന്നു, എന്തായിരുന്നു, പ്ലാസ്റ്റിക് സർജറി എന്നുള്ളൊരു സംഭവം മാത്രമാണ് പറയേണ്ടത്. ആ ഒരു വേർഡ് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെയാണ് പോകെ വന്നിട്ടാണ് നടിമാരൊക്കെ ഫസ്റ്റ് മൂവിയിൽ കയറുന്ന സമയത്ത് ഭയങ്കര കളർ കുറഞ്ഞിട്ടായിരുന്നു, പിന്നെ അവരുടെ സ്കിന്നിലെ എല്ലാ കാര്യങ്ങളൊക്കെ പോയല്ലോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, അപ്പോൾ നമുക്കാണെങ്കിലും കുറച്ചും കൂടി ഗ്ലോ. ആക്ച്വലി ഞാനിപ്പോൾ എൻ്റെ ഉള്ള കളറിലോ സംഭവത്തിലൊക്കെ ഞാൻ ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ സ്കിന്നിലാണെങ്കിലും ഇപ്പോൾ ഏത് സ്കിന്നാണെങ്കിലും ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മതി. ആക്നേസോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മതി. അത് തന്നെയാണ് ഇപ്പോൾ. കാരണം നമുക്ക് കുറച്ച് ബോധം വെക്കുമ്പോഴാണല്ലോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്താ പറയുക ചിന്തിക്കുന്നത്. അപ്പം അന്നത്തെ ബോധമില്ലാത്തതിലൊക്കെ നമ്മൾ പലതും ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ഗ്ലൂക്ലോസ് പൊടി എന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ തെറ്റിപ്പോകുന്നു. ഓക്കെ, ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അന്നും വലിയ പെടുത്തുണ്ടായിരുന്നില്ല. പിന്നെ അന്ന് പറയുന്ന ഗ്ലൂട്ടാത്തിയോണിലൊക്കെ ലക്ഷങ്ങൾ വരും, കോടികൾ വരും, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു 2 years ബാക്ക് പിന്നെ ഗ്ലൂട്ടാത്തിയോൺ എന്താണ് സംഭവം എന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ 2 years ബാക്ക് എൻ്റെ ഹോസ്റ്റലിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. പേര് ഞാൻ പറയുന്നില്ല, വേണ്ട, ഇനിയിപ്പോൾ അവൾ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ഫീൽ ആയാലോ. അപ്പോൾ ഞങ്ങൾ കോൺഫിഡൻഷ്യലായിട്ട് പോയി കണ്ടതാണ്. അപ്പോൾ ഇവിടെ കൊച്ചിയിൽ എന്തായിരുന്നു എൻ്റെ പേര്, റെനായി മെഡിസിറ്റി അത് തോന്നുന്നു. അവിടെ എങ്ങനെ പോയിട്ട് സ്കിന്നിന് മാത്രമായിട്ടൊരു സ്പെഷ്യൽ സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ അവൾ കുറച്ച് ഡസ്കി സ്കിൻ ടോൺ ആണ്. അവൾക്ക് ചെറുപ്പം മുതലേ, അതേപോലെ തന്നെ അവളുടെ നമുക്ക് ബോയ് ഫ്രണ്ട്സൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് സംസാരിച്ചാലാണ് ഭയങ്കരമായിട്ട് കൊള്ളുക. അപ്പോൾ അങ്ങനെ കുറച്ച് ബോഡി ഷേമിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അവൾ അവിടെ പോയിട്ട് സംസാരിക്കേണ്ടപ്പോൾ എനിക്ക് വേണമെങ്കിലും ഒരു ഇത് തോന്നി. അപ്പോൾ അവിടെ പോയിട്ട് അവൾ ഈ ഗ്ലൂട്ടാത്തിയോണിനെ കുറിച്ച് ഇങ്ങനെ, പിന്നെ ഡോക്ടറെ അടുത്തേക്ക് ഞാൻ അങ്ങനെ പോയില്ല, പക്ഷേ ചോദിച്ചപ്പോൾ ഗ്ലൂട്ടാത്തിയോൺ ഇഞ്ചക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ടാബ്ലറ്റ് ഉണ്ട്, അതേപോലെ IV ഡ്രോപ്പ്, അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സംഭവത്തിനെ കുറിച്ചൊക്കെ അവൾ അന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടി. അപ്പോൾ എന്താണ് ഈ സംഭവം എന്നുള്ളത് പറഞ്ഞപ്പോൾ അവൾക്ക് ഒരു സിറ്റിങ്ങിൽ ചിലപ്പോൾ കുറച്ച് ഡസ്കി ആയ കാരണം ഇപ്പോൾ ഓരോരുത്തരുടെ സ്കിൻ ടോൺ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്ര സിറ്റിങ്ങിൽ ശരിയാവും എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ പിന്നെയാണ് ഞാൻ ഈ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും യൂസ് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വാങ്ങിച്ചിട്ടുള്ളൊരു സാധനമാണത്. പക്ഷെ ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, ഇത്
സംഭവം ഈ സാധനം ഞാൻ ഭയങ്കര റോങ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഭയങ്കരമായിട്ട് ഇത് പ്രൊണൗൺസ് ചെയ്യുന്നതാണ്. ഇത് ചിക് ന്യൂട്രിക്സ് എന്നാണ് ഞാൻ പറയുന്നുണ്ടായിരുന്നത്. പലരും ചിക് ന്യൂട്രിക്സ് എന്നാണ് പറയുന്നത്. ആക്ച്വലി ഷീറ്റ് ന്യൂട്രിക്സ് എന്നാണ് പിന്നെയാണ് മനസ്സിലായത്. കാരണം ഇതിനെക്കുറിച്ചുള്ള കുറേ വീഡിയോസ് ഞാൻ കണ്ടു. കുറേ വീഡിയോസ് കണ്ടപ്പോൾ അതിലെല്ലാം എന്താ പറയുക, കുറേ മീൻസ് ഞാൻ കൂടുതലും ഡോക്ടേഴ്സിൻ്റെയും അതേപോലെ തന്നെ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരുടെ വീഡിയോസൊക്കെ കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അവരുടെ സ്ലാങ്ങിൻ്റെ കുഴപ്പമായിരിക്കും. ചില ആഫ്രിക്കൻസ്, സൗത്ത് ആഫ്രിക്കയിലെ ആൾക്കാരൊക്കെ വത്തിസ് അങ്ങനത്തെ അല്ലെങ്കിൽ അറബ് ആൾക്കാരൊക്കെ സ്ലാങ് വരെയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ കുറേ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഷീറ്റ് ന്യൂട്രിക്സ് എന്നാണ് ഇതിനെ കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ കുറച്ചായി വാങ്ങിച്ചിട്ട്. ഇതിൻ്റെ ഒരു 3 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ 3 ഒരു കോംബോ ഓഫറായിട്ട് എനിക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചൊരു സംഭവമാണിത്. അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് ബോട്ടിലാണ്. അപ്പോൾ ഇതിൽ ഒരെണ്ണത്തിൽ എത്ര 20 എണ്ണം കണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. 20 എണ്ണം ഉണ്ട്. ഇത് 1980 രൂപയാണ് വരുന്നത്. പക്ഷേ ഞാൻ 3 എണ്ണം വാങ്ങിക്കുമ്പോൾ കോംബോ ഓഫറിലാണ് ഞാൻ ഈ സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് വന്നിട്ടുള്ള ഒരു ചേഞ്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഫസ്റ്റ് ഈ ഒരു ഫുൾ സംഭവം യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു വലിയൊരു ചേഞ്ച് എന്നുള്ള രീതിക്കൊന്നും എനിക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ രണ്ടാമത്തെ ബോട്ടിൽ യൂസ് ചെയ്തപ്പോൾ എനിക്കൊരു കുറച്ചെങ്കിലും, അതായത് രണ്ടാമത്തെ പകുതിയായപ്പോൾ ബോട്ടിൽ യൂസ് ചെയ്തപ്പോൾ കുറച്ചെങ്കിലും എനിക്കൊരു ചേഞ്ച് എനിക്ക് കാണാൻ പറ്റി. അതായത് ഭയങ്കരമായിട്ട് കളറ് വയ്ക്കുക അല്ലെങ്കിൽ വെളുത്ത് പാറുക എന്നുള്ളൊരു സംഭവമൊന്നുമല്ല. ഞാൻ വിചാരിക്കുന്നത് വെച്ചെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്കിന്നാണെങ്കിൽ തന്നെ ചെറിയ ചെറിയ പിഗ്മെൻറ്റേഷൻ, അതായത് ഈവൻ സ്കിൻ ടോൺ എന്നുള്ളൊരു സംഭവം മാത്രമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻസിൻ്റെ സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ ഈവൻ സ്കിൻ ടോൺ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈവൻ സ്കിൻ ടോൺ കിട്ടുന്നത് കുറച്ച് ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ. പാറാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാൻ ഒരിക്കലും ഇത് വെളുക്കാൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ വെളുത്തിട്ട് പാറാന്നുള്ളൊരു സംഭവം, ഒരു കൺസെപ്റ്റും അല്ല പറയുന്നത്. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ ഈ ഒരു സംഭവം. ഇത് ആക്ച്വലി കഴിക്കേണ്ട സംഭവം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചു തരാം. കാരണം വേറെ ഒന്നുമല്ല, ഇത് നമ്മൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞു ചോദിച്ചെങ്കിൽ ഒരു ഫുഡ് കഴിച്ചതിന് ശേഷമാണ്. അത് എപ്പോഴാണെങ്കിലും കഴിക്കാം. പിന്നെ എന്താ പറയുക, ഈ ടാബ്ലറ്റ് എവിടെ, ഇതാണ് ടാബ്ലറ്റ് വരുന്നത്. ഇതിൽ ഒരുപാട് ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതെന്തോ ഓറഞ്ച് അല്ല, ലെമണും സ്ട്രോബെറി തോന്നുന്നുണ്ട്. സ്ട്രോബെറി ആൻഡ് ലെമൺ ഫ്ലേവർ ആണ് വരുന്നത്. എനിക്ക് ആക്ച്വലി മറ്റേ സ്പ്രൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഒരു 250 മില്ലി വെള്ളത്തിൽ ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ ഫുഡ് കഴിച്ചിരിക്കുക. അപ്പോൾ ഇപ്പം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നോക്കിയേ, കൊള്ളാമല്ലേ? വരുമ്പോഴത്തേക്ക് വരുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇതിങ്ങനെ കാണുന്നത്. ഇത് വെറും വയറ്റിൽ ഒരിക്കലും ആരും കഴിക്കരുത്. അതേപോലെ തന്നെ ഇപ്പോൾ രാത്രിയാണെങ്കിലും ഫുഡ് കഴിച്ചതിന് ശേഷം, ഉച്ചയ്ക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും ഒരു ടാബ്ലറ്റ് ഒരു ദിവസം, ആ രീതിക്കാണ് കഴിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് കുടിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാവരും പറയുന്നതാണ് ഇപ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യില്ല. അപ്പം ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, എനിക്കിപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എനിക്ക് പ്രൊമോഷന് കിട്ടിയിട്ടുള്ളതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊമോഷന് കിട്ടിയിട്ടുള്ളതാണെങ്കിൽ എന്താണെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ജെന്യുവനായിട്ട് തോന്നിയിട്ടുള്ളത് മാത്രമാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേറെ ഏതോ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് എൻ്റെ പിമ്പിളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ അവരുടെ അടുത്ത് പറയുകയും ചെയ്തു. കംപ്ലീറ്റ് ഡിസോൾവ് ആവണം. നല്ല കളറല്ലേ? ആ സ്ട്രോബെറി ഫ്ലേവറിൻ്റെയും ലെമണിൻ്റെ ഒക്കെയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുടിക്കാൻ. ഞാൻ ചിലപ്പോൾ തണുത്ത വെള്ളത്തിലാണ് ചിലപ്പോൾ കുടിക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ വാട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് തണുത്ത വെള്ളത്തിലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇതെന്താ കഴിയാത്തേ? ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു കാര്യമാണത് ഇതിലിട്ടിട്ട്. അപ്പോൾ മറക്കരുത്, വെറും വയറ്റിൽ നിങ്ങൾ കഴിക്കരുത്. അതേപോലെ തന്നെ എന്താണ്, 1 ടാബ്ലറ്റ് ഒരു ദിവസത്തിൽ. നമ്മൾ കുറേ ടാബ്ലറ്റ് അങ്ങ് എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതാക്കുന്നു വിചാരിച്ച് ഒന്നും ചെയ്യരുത്. ഒരു ദിവസം ഒരു ടാബ്ലറ്റ്, അതും ഫുഡിന് ശേഷം കേട്ടെ. ഇപ്പോൾ വീഡിയോയിലായ കാരണം ഞാൻ കുറച്ച് ഇതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ അതെ, സ്കിന്നിൽ അത്യാവശ്യം പാട് കാര്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ടോ? ആ പാടൊക്കെ ഒരു ചേഞ്ച് വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഗെയിനും കൂടി നോക്കണം. കാരണം ഞാൻ ഡയറി പ്രൊഡക്ട്സും, അതായത് എന്താണോ നമ്മൾ ആക്നെ പ്രോൺ സ്കിന്നിനെ ഒഴിവാക്കേണ്ട ഫുഡ്, ആ ഫുഡാണ് ഞാൻ ശരിക്കും കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടാസ്ക്കാണ് ഈ ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ഫുഡിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ഗ്ലൂട്ടാത്തിയോൺ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ
നമ്മൾ മെനക്കെടും, നമുക്ക് അറിഞ്ഞൂടെ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടാബ്ലറ്റ് ഒക്കെ നമ്മൾ മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ബെറ്റർ ഇതുപോലെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെച്ചാൽ അപ്പോൾ നമുക്കത് കൂടി ബാലൻസ് ചെയ്ത് പോവാം. അതേപോലെ തന്നെ ഏജിങ് ഒക്കെ നല്ലതാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും വയസ്സാവണം. അപ്പോൾ ഞാനത് കുടിച്ച് കാണിച്ചത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഓക്കെ, അടിപൊളി. ഇന്നൊരു പ്രത്യേക ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. സീരിയസ്ലി എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ സോഫ്റ്റ് ഡ്രിങ്ക്സോ കാര്യങ്ങളോ ഒന്നും കുടിക്കാത്ത ഒരാളാണ്. അതേപോലെ സ്പ്രൈറ്റ് കുടിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ട്രോബെറിയുടെ ടേസ്റ്റാണ്, സ്ട്രോബെറി ലെമൺ ടേസ്റ്റാണ് വരുന്നത്. എന്നാൽ ഹാപ്പി വീസ് ഒക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടൈപ്പാണ്. അതൊന്നും എനിക്ക് ഇഷ്ടമില്ലാതെ, പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ട് ഇനി കുടിച്ചാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ആഹാ, നമ്മുടെ എല്ലാവരുടെയും ബിസി ലൈഫിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിട്ടു പോകുന്നുണ്ട്. ഞാനൊക്കെ വിചാരിക്കുന്നത് എത്ര മുമ്പ് സ്കിൻ കെയർ ഒക്കെ അന്നേ തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇതുപോലൊന്നും ചെയ്യണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു ഫീൽഡിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ്ലി ബ്യൂട്ടി ഒരു ഫാക്ടറാണ് കേട്ടോ. സത്യം പറയാം, നമ്മളെല്ലാവരും പറയും ടാലൻറ്റ് മാത്രമാണ് നോക്കുന്നത്, അത് മാത്രമാണ്. അങ്ങനെയൊന്നും അല്ല, സത്യമാണ് പറയുന്നത്. ടാലൻറ്റ് ഇല്ലാണ്ടൊന്നും പറ്റില്ല, എന്നാലും ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഹെൽത്തി ആയിട്ടിരിക്കുന്നു, നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കുന്നു, അത്രത്തോളം നമുക്ക് നല്ലത്. ഇപ്പം ആരെയും കാണിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫീൽഡ് ആവണം എന്നൊന്നുമില്ല. നമുക്കെപ്പോഴും നല്ല അടിപൊളിയായിട്ടിരിക്കുന്നതല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പം ഇത് കറക്റ്റ്, ഇതിൻ്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി, ഫുള്ളായിട്ട് ഞാൻ പറയാം കേട്ടോ. ചീക്ക് ന്യൂട്രിക്സ് ഗ്ലോ 500 mg ഗ്ലൂട്ടാത്തിയോൺ പ്ലസ് വിറ്റാമിൻ സി സ്കിൻ റേഡിയൻ്റ് ആൻഡ് ഗ്ലോ. ഈ ഒരു സംഭവത്തിൽ മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വൈറ്റമിൻ സി എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ സ്കിൻ ബ്രൈറ്റൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. വൈറ്റമിൻ സി ഉള്ളൊരു ഫ്രൂട്ട് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ സിട്രസ് ഫ്രൂട്ട്, ഓറഞ്ചിലൊക്കെ അത്യാവശ്യം വൈറ്റമിൻ സി ഒക്കെ ഉള്ളതാണ്. നിങ്ങൾ കഴിക്കൂ ഡെയിലി ഓറഞ്ച്? കഴിക്കൂ? അല്ല, കഴിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഡെയിലി ഒന്നും കൺസ്യൂം ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ഉള്ള ഒരു സപ്ലിമെൻ്റ് ആണെന്ന് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് സ്കിന്ന് കുറച്ചും കൂടി ബെറ്റർ ആവാൻ, അതായത് ഹെൽത്തി ആയിട്ടിരിക്കാൻ, ഞാൻ അധികം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ബെറ്റർ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ഞാനാണെങ്കിലും നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട്, ഫേസിന് വേണ്ടിയിട്ട്, കൈയിന് വേണ്ടിയിട്ട്, കാലിന് വേണ്ടിയിട്ട്, അവിടുത്തെ സ്കിന്നിന് വേണ്ടി, ഇവിടുത്തെ സ്കിന്നിന് വേണ്ടിയിട്ട്, അങ്ങനെ പലതും യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഞാൻ എപ്പോഴും പുറത്ത് അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഉള്ളിലോട്ട് കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. യൂസ് ചെയ്തിട്ട് പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 4 ബോട്ടിലെങ്കിലും, 4 ബോട്ടിലല്ല, ഒരു 4 ആഴ്ചയെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു ബോട്ടിൽ 20 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ 2 ബോട്ടിലൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെയും ഒരു നല്ല രീതിക്കുള്ള ഒരു ഗ്ലോ അല്ല വെച്ചാൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു എന്നുള്ള രീതിക്ക് എനിക്ക്, കാരണം എനിക്ക് സീരിയസ്ലി എന്നെ തന്നെ ഇതാക്കാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരായ കാരണം നമ്മൾ ഡെയിലി വന്ന് നോക്കും. ഇപ്പം ഞാനൊക്കെ ഫസ്റ്റ് എഴുന്നേറ്റ് കഴിഞ്ഞ വെച്ചെങ്കിൽ കണ്ണാടി പോയിട്ട് പിമ്പിളാണ് ഞാൻ നോക്കുന്നത്. അപ്പം നമ്മൾ എന്താണോ നോക്കുന്നത്, അപ്പോൾ ആ രീതിക്ക്. അപ്പം അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു ബോട്ടിലും കൂടി എനിക്ക് ഇനി ഇരിക്കുന്നുണ്ട്, അല്ല ഇതിൻ്റെ ഒരു പകുതി തോന്നുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓഫറിൽ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഞാനിതുപോലെ ആരുടെ വീഡിയോ കണ്ടിട്ടായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ല. പക്ഷേ അവരുടെ കൂപ്പൺ കോഡ് വെച്ചിട്ട് വാങ്ങിച്ചാൽ എനിക്ക് 10% ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും വാങ്ങുന്നതുപോലെ ഒരു കൂപ്പൺ കോഡ് കിട്ടിയിട്ടുണ്ട്. ആ കൂപ്പൺ കോഡ് ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾ അത് വെച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫിൽ നിങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരെണ്ണമായിട്ട് വാങ്ങിക്കുന്നതിനേക്കാളും ബെസ്റ്റ് നിങ്ങൾക്ക് കോംബോ ഓഫറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കോംബോ ഓഫർ വാങ്ങിക്കുന്നതായിരിക്കും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അറിയാമെന്ന് വിചാരിക്കുന്നത്, നമ്മുടെ മെലാനിൻ എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലോ. ബോഡിയിലുള്ള മെലാനിൻ എന്ന് പറയുന്ന സംഭവമാണല്ലോ നമ്മുടെ കളറും കാര്യങ്ങളും പിഗ്മെൻറ്റേഷൻ്റെ ഒക്കെ അല്ലെങ്കിൽ സ്കിൻ ടോണിനെ ഒക്കെ മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്ലൂട്ടാത്തിയോൺ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ആ ഒരു മെലാനിൻ്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്തിട്ട് ഒരു ഈവൻ സ്കിൻ ടോണും അതേപോലെ തന്നെ ഡാർക്ക് പിഗ്മെൻറ്റേഷനും അതേപോലെ തന്നെ സ്കിന്നിന് കുറച്ച് ഗ്ലോ ഒക്കെ തരാനാണ് അതാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാലും കൺസിസ്റ്റൻസി, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു കാര്യം തന്നെ. ഇപ്പോൾ എൻ്റെ സ്കിൻ കെയർ ആണെങ്കിലും ഞാൻ നന്നായിട്ട് ഇപ്പോഴും ഞാൻ കെയർ ചെയ്യുന്ന കാരണം സ്കിൻ ഇതുപോലെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളത് പകുതിക്ക് വെച്ച് നിൽക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ എന്താണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ. പിന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും
എഫക്റ്റീവായിട്ട് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളൊന്ന് വന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഞാൻ ചുമ്മാ വീഡിയോ ചെയ്യുന്നതാണെന്നൊക്കെ ആൾക്കാർ വിചാരിക്കും. ഇപ്പോൾ സ്കിൻ കെയറിൻ്റെ ആണെന്ന് വെച്ചെങ്കിലും ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ വഴി നിങ്ങൾക്ക് എന്തെങ്കിലും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് വെച്ചാൽ നിങ്ങളതൊന്ന് വന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതെന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നു, ഇതിൻ്റെ ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും. 2 മാസം വേണ്ട, ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിൽ പറയാനുള്ളത് നോ ആഡഡ് ഷുഗർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്, ഷുഗർ ആഡഡ് അല്ല. സോ അതുകൊണ്ട് നമുക്കത് സേഫാണ്. അതേപോലെ തന്നെ കളറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടും അപ്പോൾ നമുക്ക് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന സംഭവമാണ്. പറയുന്ന പോലെ 250 ml വാട്ടറിലാണ് നമ്മളത് ഡൈല്യൂട്ട് ചെയ്തിട്ട് കഴിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചും കണ്ട് നിങ്ങൾ എങ്ങനെയാണോ കറക്റ്റായിട്ട്, ഇപ്പോൾ ഞാനാണെച്ചാലും പണ്ട് ഇതുപോലെ ഓയിൻമെൻറ്റൊക്കെ യൂസ് ചെയ്ത് ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഓയിൻമെൻറ്റൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യാത്ത കാരണം പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മറ്റുള്ള ടാബ്ലറ്റ്സ് പോലെ ബ്ലോട്ടിങ്ങോ ഗ്യാസ് ട്രബിൾ പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ അത് കറക്റ്റായിട്ട് നിങ്ങൾ കഴിക്കണം. വെറും വയറ്റിലൊന്നും കഴിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ടാബ്ലറ്റ് ഒരു ദിവസം എന്നുള്ള രീതിക്ക് കഴിച്ച് നോക്കും. എന്തായാലും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പറഞ്ഞ പോലെ അതേ ഞാൻ താഴെ കൂപ്പൺ കോഡ് താഴെ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുന്നത് കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കൂപ്പൺ കോഡ് നിങ്ങൾ വെച്ചിട്ട് പർച്ചേസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും 10% ഓഫ് കിട്ടും. അപ്പോൾ ഈ ഞാൻ വാങ്ങിച്ച പോലെ നിങ്ങൾക്ക് ഓഫറിലൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ സ്കിന്നൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കണു എന്ന് വിചാരിച്ചു. സ്കിൻ കെയർ ഒക്കെ നന്നായിട്ട് പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെയും അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ മാത്രമാണ്. ഇപ്പം ഞാൻ ഫേസിലധികം വേറെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ പുറത്തേക്ക് പോകുകയാണെങ്കിൽ സൺസ്ക്രീനും ലിപ്സ്റ്റിക്കൊക്കെ മാത്രം ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. സോ ഹാപ്പി സ്കിൻ ഇങ്ങനെ നമ്മുടെ ഗ്ലോ ആയിട്ട് ഇങ്ങനെ ഹാപ്പി സ്കിന്നായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.